ധനുഷേ, ഒളിമ്പിക്സിൽ ഫ്രഞ്ച് ദേശീയ ടീം ഹിജാബ് ധരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്, ഉത്തരവ് വന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന സമയത്ത് ഹിജാബ് ധരിച്ചൊരു ഫ്രഞ്ച് ടീം അംഗത്തിന് ഹിജാബ് ധരിച്ച് വരണം എന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ അതും അവർ വിലക്കി. അപ്പോൾ ഇതിനെതിരെയൊക്കെ പ്രതിഷേധമൊക്കെ ഉയരുന്നുണ്ട്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം, എന്താണ് വസ്തുതകൾ? വസ്തുത എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സിൽ അവർ പാരീസ്, ഫ്രാൻസ് ആ രാജ്യത്തുള്ള നിയമം പാലിക്കുക എന്നുള്ളതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റൂ, അല്ലേ? ഇപ്പോൾ ആ രാജ്യത്ത് ഒരു നിയമമുണ്ട്. ആ രാജ്യത്ത് നിലവിൽ ഹിജാബ് നിരോധനമല്ല, ആ രാജ്യത്ത് ഒരു നിയമം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഹിജാബ് ഒളിമ്പിക്സിൽ ഫ്രാൻസ് താരങ്ങൾ, ഫ്രഞ്ച് അത്ലറ്റുകൾ ധരിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു നിയമം അവിടെ പുറപ്പെടുവിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അത് അനുസരിക്കുക എന്നുള്ളതാണ് ആ രാജ്യത്തെ പൗരന്മാരുടെ കർത്തവ്യം എന്ന് പറയുന്നത്. അത് അനുസരിക്കാൻ തയ്യാറാകാത്തതാണ് യഥാർത്ഥത്തിലുള്ള രാജ്യദ്രോഹമായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാസം ഒളിമ്പിക്സ് തുടങ്ങും എന്ന് ഉള്ളതിന് മുമ്പ് തന്നെയാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കാര്യം ഫ്രാൻസ് പറയുന്നു, നിങ്ങൾ ഹിജാബ് ധരിച്ച് വരരുത് എന്ന് പറയുന്നു. കാരണം ഫ്രാൻസ് ആകട്ടെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളാകട്ടെ, നമ്മൾ മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അത്ലറ്റുകൾ ഹിജാബ് ധരിച്ച് വരുന്നത് അവരുടെ ആ ഒരു സ്പോർട്സിനും അവരുടെ ആ ഒരു ശാരീരികമായിട്ടുള്ള അധ്വാനത്തിനും ചേരുന്ന ഒരു പണിയല്ല എന്ന് നമുക്കറിയാം. കാരണം കൂടുതലും ലൂസായിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണല്ലോ ഇടുന്നത് അത്ലറ്റുകൾ. അപ്പോൾ അവർക്ക് ഹിജാബ് ധരിച്ച് വരേണ്ട ആവശ്യം എന്താണ് എന്നുള്ളൊരു ചോദ്യം ഫ്രാൻസ് ഉന്നയിച്ചിട്ടുണ്ട്. പോരാത്തതിന് പാരീസിൽ ഈ മാസം ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഫ്രാൻസ് തങ്ങളുടെ ദേശീയ ടീം കളിക്കാർക്ക് ഈ ശിരോവസ്ത്രം നിരോധിച്ച ഈ കാര്യം അവിടുത്തെ കായിക മന്ത്രിയായിട്ടുള്ള അമേലി ഔഡിയ കാസ്റ്ററ ഇവരാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം രംഗത്തെത്തുകയായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം രംഗത്തെത്തിയിട്ട് അവർ പറയുന്നത്, യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്തെത്തിയിട്ട് ഹൈക്കമ്മീഷണറുടെ വക്താവായിട്ടുള്ള മാൾട്ട ഹർഡാട്ടോ അവർ പറയുന്നത് എന്ത് ധരിക്കേണ്ട എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നു. എന്തൊരു വിരോധാഭാസമാണ്. അതായത് എന്ത് ധരിക്കേണ്ട എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണെന്ന് പറയുമ്പോഴും ഒരു അത്ലറ്റ് എന്ത് ധരിക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഡ്രസ് കോഡ് ഉണ്ട്, ഇല്ലേ? ഒരു പോലീസുകാരൻ എന്ത് ധരിക്കണം എന്നുള്ളത് പോലീസുകാരനാണോ തീരുമാനിക്കുന്നത്? ഒരു വക്കീൽ എന്ത് ധരിക്കണം എന്നുള്ളത് വക്കീലാണോ തീരുമാനിക്കുന്നത്? നാളെ കോട്ട് സൂട്ടും പക്കറ പാൻറ് വിട്ടുകൊണ്ട് നേരെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കൂ? ഇല്ലല്ലോ. സുപ്രീം കോടതിയിൽ തന്നെ ഒരു വക്കീലിനെ ചോദിച്ച അതെ, ഈ മതത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം എന്താണ് നിങ്ങൾക്ക് ഇത്രയ്ക്ക് ചൊറിച്ചില്ലെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഒരു മതത്തിന്റെ കാര്യം വരുമ്പോൾ, കാരണം ഇതിൽ മുതലെടുക്കാൻ സാധിക്കും, വേറെ ഒരു വിഷയത്തിലും മുതലെടുക്കാൻ സാധിക്കില്ല. ഒരു മതത്തിന്റെ കാര്യം വരുമ്പോൾ നമുക്കിത് നിഷ്പക്ഷമായിട്ട് തന്നെ സമീപിക്കാം. അതായത് ഒരു മതത്തിന്റെ വിഷയം വരുന്നു, അതായത് ഇസ്ലാമിന്റെ വിഷയം വരുമ്പോൾ ഈ വിഷയത്തിൽ ഹിജാബിനെ അനുകൂലിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അത്തരത്തിലുള്ള മുതലെടുപ്പിനുള്ള സാധ്യതയുണ്ട്. ഹിജാബ് വേണ്ട എന്ന് പറയുന്ന ആൾക്കാർക്ക് അത്തരത്തിലുള്ള സാധ്യതയുണ്ട്. ഇനി നിഷ്പക്ഷമായിട്ട് പരിശോധിച്ചാൽ ഹിജാബ് വേണ്ട എന്നുള്ള സാഹചര്യത്തിലേക്ക് തന്നെ നമുക്ക് വന്ന് നിൽക്കേണ്ടി വരും. കാരണം അത്ലറ്റുകൾക്ക് ഒരിക്കലും ഹിജാബ് എന്ന് പറയുന്ന ഒരു വസ്ത്രം അവരുടെ ആ ഒരു കായികാധ്വാനത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അതിന് ഒരു തടസ്സം ഉണ്ടാക്കുന്ന ഒരു വസ്ത്രമാണ്, ഇല്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. ഇപ്പോൾ ഇറാനും ഇറാഖൊക്കെ ഇപ്പോൾ പർദ്ദ ഇട്ടുകൊണ്ട് നാളെ സ്ത്രീകളെ ട്രാക്കിൽ ഇറക്കി നിർത്തി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അവർക്ക് ഓടാനായിട്ട് സാധിക്കില്ല സ്വാഭാവികമായിട്ടും. സാധിക്കാത്തൊരു സാഹചര്യം. അപ്പം നിഷ്പക്ഷമായിട്ട് സമീപിക്കുകയാണെങ്കിൽ അത് വേണ്ട എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ ഇതിൽ രണ്ടാമത്തെ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ ഫ്രാൻസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസ് ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാവാത്തത് ഈ യു എന്നിൻ്റെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർക്കൊന്നും തലയ്ക്ക് വെളിവില്ല എന്നാണ്. മാൾട്ട ഹർഡാട്ടോ ഒരു സ്ത്രീ എന്ത് ധരിക്കണമെന്നും ധരിക്കരുതെന്നും ആരും അടിച്ചേൽപ്പിക്കരുതെന്നാണ് ഇവരുടെ പ്രസ്താവന എന്ന് പറയുന്നത്. ഇത് ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്ന മതമെന്നല്ല, ലോകത്ത് ഏത് മതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് പുരുഷാധിപത്യമാണുള്ളത്. പുരുഷന്റെ മസ്കുലിൻ പവർ വെച്ച് പുരുഷനാണ് പറയുന്നത് എന്ത് സ്ത്രീ ധരിക്കണം, എന്ത് സ്ത്രീ ധരിക്കേണ്ട എന്നുള്ളത്, അല്ലേ? അങ്ങനെ പുരുഷനാണ് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള സ്ത്രീകൾ വരെ പറയുന്നത് എന്താണ്? ഹിജാബ് എൻ്റെ ചോയ്സാണ് എന്നാണ് അവർ പറയുന്നത്. ആ ചോയ്സാണ് എന്ന് അവർ പറയുന്ന ചില സ്ത്രീകൾ അവരുടെ ഭക്തി കൊണ്ട് പറയുന്നു. അതായത് അവരുടെ പരമമായിട്ടുള്ള ആ ഒരു ഭക്തി കൊണ്ട് പറയുന്നു, ഇത് ധരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള നല്ല ഒരു ജീവിതചര്യ ഉണ്ടാകും എന്നവർ വിശ്വസിക്കുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുന്നു. വേറെ ചില സ്ത്രീകൾ ഭയം കൊണ്ട് പറയുന്നു എൻ്റെ ഈ ചോയ്സ് ആണെന്ന് പറയുന്നു. ഈ മലയാളത്തിലെ പല റിയാലിറ്റി ഷോകളിലും തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. മലയാളത്തിലെ എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ റിയാലിറ്റി ഷോകളൊക്കെ ഉണ്ടല്ലോ, പല കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഭർത്താവ് പറയുന്നുണ്ട്, എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമുണ്ട്, അതായത് ഈ തലയിൽ നിന്ന് ഈ തട്ടം ഊരി പോകാനായിട്ട് പാടില്ല. തലയിൽ നിന്ന് തട്ടം ഊരി, അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്, ഞാൻ എന്തും ചെയ്തു കൊടുക്കും, പക്ഷേ തലയിൽ നിന്ന് ഈ തട്ടം ഊരി പോകാനായിട്ട് പാടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്.
അല്ലേ? അങ്ങനെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷാധിപത്യം അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പുരുഷാധിപത്യം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ വരുന്ന, ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളെ അല്ല പുരുഷാധിപത്യം എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് ഈ സാധനം എല്ലാവരിലും കാണപ്പെടുന്നു എന്നുള്ളതാണ്, അല്ലേ? ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നു. ഇപ്പോൾ ഒരാളിലോ രണ്ടാളിലോ അല്ല കാണുന്നത്, കോമൺ ആയിട്ട് എല്ലാവരിലും കാണപ്പെടുന്നു. അതായത് ഹിജാബ് ചോയ്സ് ആണെന്ന് പറയുന്ന സ്ത്രീകൾ ഒരു കൂട്ടമാണ്. ആ സ്ത്രീകൾക്ക് പിന്നിൽ വലിയൊരു ഒരു മേധാവിത്വം ഉരുക്കുമുഷ്ടികളോടുകൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാരത് മനസ്സിലാക്കുന്നുണ്ട്, ചില ആൾക്കാരത് മനസ്സിലാക്കാതെ ഭക്തിയുടെ മേമ്പൊടി ചാലിച്ച് ഇങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്വർഗം കിട്ടും, നരകം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. ഫ്രാൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ ഫ്രാൻസിൽ വേറൊരു ഇരട്ടത്താപ്പ് ഞാൻ പറഞ്ഞുതരാം. ഫ്രാൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഫ്രാൻസിന് ഹിജാബ് വേണ്ട എന്ന് ഫ്രഞ്ച് സർക്കാർ പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്ത ആൾക്കാർ, എനിക്കറിയാവുന്ന ആൾക്കാർ, എന്തുകൊണ്ട് ഫ്രാൻസ് ഇത് അനുവദിക്കുന്നില്ല? ഫ്രാൻസിൻ്റെ മനുഷ്യാവകാശ ലംഘനമല്ലേ ഇത്? ഫ്രാൻസിൻ്റെ എന്ന് പറയുന്ന രാജ്യത്ത് ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത്? അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മളത് അംഗീകരിച്ചില്ലെങ്കിലോ എന്നൊക്കെ പല ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ ഖത്തർ ലോകകപ്പിൽ, നമ്മുടെ ഈ ലോകകപ്പിൽ ഇത് വന്നല്ലോ, നമ്മുടെ ഫുട്ബോൾ ലോകകപ്പ്, ഖത്തർ എന്തോരം റെസ്ട്രിക്ഷൻസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അറിയാമോ? ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ കണ്ടിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഖത്തർ പറയുന്നത് അവരൊരു രാജ്യമല്ലേ, ആ രാജ്യം അങ്ങനെ പറയുമ്പോൾ നമ്മൾ അനുസരിക്കണ്ടേ? ആ രാജ്യം അങ്ങനെ പറയുമ്പോൾ നമ്മൾ അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ രാജ്യത്ത് നിന്ന് പുറത്തു പോകണം. എങ്ങനെയാണ് പറയും? ഇതാണ് പക്ക ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് നമുക്ക് ചില സമയത്ത് നമുക്ക് പച്ചയ്ക്ക് തന്നെ തുറന്ന് പറയേണ്ടി വരും, മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ എന്ന്. അതായത് ഒരു അച്ഛന് പറഞ്ഞ ഒരു സ്വഭാവമല്ലേ ഇത്, മനസ്സിലായില്ലേ? ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ഒരു നിലപാട് തന്നെ ആയിരിക്കണം. ഖത്തറിനെ പുകഴ്ത്തുന്ന ആൾക്കാർ, അതായത് ഖത്തർ ഇത്തരത്തിലെന്ന് പറഞ്ഞാൽ അവിടെ കുടിയേറ്റ തൊഴിലാളികൾക്ക് ഖത്തർ പല തരത്തിലുള്ള ആ സമയത്ത് തടസ്സങ്ങൾ ഉണ്ടാക്കിയിരുന്നു, സ്ത്രീകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മദ്യം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ഈ ഫിഫ വേൾഡ് കപ്പിന് പല സ്ഥലങ്ങളിലും പല ആൾക്കാരും പോകുമ്പോൾ മദ്യം എന്ന് പറയുന്ന ഒരു സാധനം ഈ പാശ്ചാത്യ ലോകത്ത് എന്നതുപോലെ തന്നെ വലിയ രീതിയിൽ എല്ലാവർക്കും ആ വേൾഡ് കപ്പിൽ വരുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ളൊരു സംഭവം തന്നെയാണ്. ഇത് നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഈ വേൾഡ് കപ്പ് നടക്കുന്ന സ്ഥലത്തൊക്കെ ബിയർ വിതരണം ചെയ്യും, മദ്യം വിതരണം ചെയ്യുന്നത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഖത്തർ ഇത് നിരോധിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ എന്ന്. അത് ഞാൻ അറിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവിടെ ആരും മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ആരും വഴിയിൽ വാള് വെച്ച് കിടക്കുന്നില്ല. ആ സംസ്കാരം, അവർക്ക് അവിടെ ഒരു സംസ്കാരം ഉണ്ടല്ലോ. പക്ഷെ ഖത്തറിലേക്ക് വന്നപ്പോൾ ഖത്തർ അത് അനുവദിച്ചില്ല. അപ്പോൾ ശോധന അതൊരു രാജ്യമല്ലേ ശോധന, അത് അങ്ങനെ അനുവദിക്കാൻ സാധിക്കുമോ? സംഭവം നമുക്ക് മദ്യപ്പുഴയൊക്കെ തരുന്നുണ്ടെങ്കിലും ഇവിടെ ഭൂമിയിൽ അത് നിഷിദ്ധമല്ലേ ശോധന. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഈ രാജ്യത്തിന്റെ നിയമം അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, പക്ഷെ ആ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നീ അതനുസരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇതാണ് പക്ക ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രാൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഫ്രാൻസ് ഈ ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള, പ്രത്യേകിച്ച് ഇസ്ലാം മതവുമായിട്ടുള്ള ഈ കാര്യങ്ങൾക്കൊക്കെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ആളാണ്. ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്ന ആ ഒരു ഭരണാധികാരി അവിടെ കയറുമ്പോൾ ഇവിടെയുള്ള സുഡാപ്പികളൊക്കെ തുള്ളിച്ചാടുന്നത് ഞാൻ കണ്ടതാണ്. തുള്ളിച്ചാടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ഒരു മധ്യവർഗ ഇടതുപക്ഷമായിട്ടുള്ള ഒരു സർക്കാരാണ് അവിടെ വന്നിരുന്നത്. ഇമാനുവൽ മാക്രോൺ ഇവിടെ വന്നപ്പോൾ ഒരു തുള്ളിച്ചാടി, നരേന്ദ്രമോദിയും ട്രംപും ത്രയത്തിനെ തകർക്കാൻ ഫ്രാൻസിൽ മാക്രോൺ കയറി കഴിഞ്ഞു, ഇടതുപക്ഷ സർക്കാർ കയറി കഴിഞ്ഞു. കാരണം അന്ന് വലതുപക്ഷ രാഷ്ട്രീയം ലോകത്ത് കൊടുമ്പിരി കൊള്ളുകയാണെന്ന് പറഞ്ഞിരുന്ന ടീമാണ് അവിടെ ഇടതുപക്ഷം കയറിയത്. ഫ്രാൻസിൽ ഇമാനുവൽ മാക്രോൺ കയറിയിട്ട് ചെയ്ത കാര്യങ്ങൾ എന്താണ്? അഭയാർത്ഥികളും കുടിയേറ്റക്കാരും കൊണ്ട് പൊറുതിമുട്ടി. ഫ്രാൻസ് മാത്രമല്ല, യൂറോപ്പാണ് അടുത്ത ചുടലപ്പറമ്പാവാൻ പോകുന്നത്. ചേട്ടാ എഴുതി വെച്ചോ, കാരണം ഈ അഭയാർത്ഥികൾക്ക് വേണ്ടി അങ്ങ് തുറന്നിട്ട് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ബ്രിട്ടൻ ബ്രെക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയത്? അതൊക്കെ നമ്മളെടുത്ത് പരിശോധിക്കണം. മനസ്സിലായില്ലേ? ബ്രിട്ടനിലൊന്നും ഇപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ബ്രിട്ടൻ പിടിച്ചടക്കുന്ന സാഹചര്യം, അകത്തോട്ട് അഭയാർത്ഥികളായിട്ട് കയറി ചെല്ലുകയും അവിടെ ചെന്നിട്ട് ഇത് നമ്മുടെ രാജ്യമാക്കണം എന്ന് പറയുന്ന ആൾക്കാർ അവിടെ കൂടി വരികയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ട്രോളുകൾ എടുത്ത് നോക്കിയാൽ മതി. അവിടെ ഇപ്പം ഇഷ്ടംപോലെ മലയാളികളും ഇന്ത്യക്കാരും ഒരുപാട് ഇംഗ്ലണ്ടിലുണ്ടല്ലോ. അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് യൂറോപ്പാണോ അതോ താലിബാനാണോ നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ്. പക്ഷേ ലണ്ടനൊക്കെ ഉണ്ടല്ലോ, ലണ്ടനിലൊക്കെയാണ് നടക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ. അവിടെ മതം മാറ്റാനായിട്ട് ആൾക്കാർ, അതായത് മതത്തിലേക്ക് വലിച്ചു ചേർക്കാനായിട്ട് ആൾക്കാർ റോഡിൽ നിന്നൊക്കെയാണ് മാറ സ്വീകരിക്കുന്നത്. ആൾക്കാർ പോകുന്നുണ്ടെന്ന് ഉള്ളതാണ്. ബ്രെയിൻ വാഷ് ചെയ്ത് മതം മാറ്റുന്നു, അങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ട്. യൂറോപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഇതാണ്. അപ്പോൾ ഫ്രാൻസും ആ കെണിയിൽ അകപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഇമാനുവൽ മാക്രോൺ വന്നപ്പോൾ ഇമാനുവൽ മാക്രോൺ ആദ്യം ഇവരോട് അനുകമ്പാപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നതെങ്കിലും പിന്നീട് ഇമാനുവൽ മാക്രോൺ ഫ്രാൻസിൽ നടന്ന ഭീകരാക്രമണങ്ങൾ അദ്ദേഹത്തിന് കണ്ണു തുറപ്പിച്ചു. എത്ര ഭീകരാക്രമണങ്ങളാണ് നടന്നത്. ഇപ്പോൾ സാമുവൽ പാറ്റി എന്ന് പറയുന്ന ഒരു അധ്യാപകനെ അവിടെയുള്ള അയാളുടെ വിദ്യാർത്ഥികൾ തന്നെ കഴുത്തറുത്ത് കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ്? ഒരു പടം വരച്ചു എന്നുള്ള പേരിൽ. ആ പടം അവരുടെ മതവികാരം വ്രണപ്പെടുത്തി എന്നുള്ള പേരിൽ കഴുത്തറുത്ത് തല എടുത്ത് പുറത്തു വെച്ചു. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അത് ലോകത്തെ മുഴുവൻ നടുക്കിക്കൊണ്ട് ഫ്രാൻസിനെ നാണം കെടുത്തി. ചാർലി ഹെബ്ദോ ആ കാർട്ടൂൺ പിന്നീട് പ്രസിദ്ധീകരിച്ചു. ചാർലി ഹെബ്ദോ എന്ന് പറയുന്നത് ഫ്രാൻസിലെ പ്രശസ്തമായിട്ടുള്ളൊരു
മാഗസീനാണ്. അത് സറ്റയർ മാഗസീൻ. അത് പിന്നീട് പ്രസിദ്ധീകരിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ്. പോരാത്തതിന് ഫ്രാൻസിലുണ്ടായിരുന്ന ഭീകരാക്രമണങ്ങൾ ഇപ്പോഴും ചുമ്മാ ഒന്ന് ഫ്രാൻസ് എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ വെറുതെ ഫ്രാൻസ് എന്ന് ചുമ്മാ അടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇന്ന് വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ പള്ളിയിൽ ഭീകരാക്രമണം 2 ദിവസം മുമ്പ്. ഫ്രാൻസിലെ പള്ളിയിൽ ഭീകരാക്രമണം. ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിലൊക്കെ നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യയിൽ ഒരു പള്ളിയിൽ എവിടെയെങ്കിലും ഭീകരാക്രമണം നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? നമ്മളിതുവരെ കേട്ടിട്ടില്ലല്ലോ. ഞാൻ വലുതായിട്ടൊന്നും കേട്ടില്ല. ഒരു പള്ളിയിൽ ആകപ്പാടെ കേട്ടിട്ടുള്ളത് ഇവന്മാർ ഈ പറഞ്ഞു വരുത്തിയ ബാബറി മസ്ജിദ് പൊളിച്ചു എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ഇന്ത്യയിൽ അത് ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ പോലും രണ്ടാമത് ഫ്രാൻസിലെ പള്ളിയിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒളിമ്പിക്സിൽ അട്ടിമറി നീക്കം. ഒളിമ്പിക്സിന് അട്ടിമറിക്കാനായിട്ട് അവിടെ ശ്രമിച്ചു എന്ന് അവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വാർത്ത കൊടുത്തിരിക്കുന്നത് ദേശാഭിമാനിയാണ്. റെയിൽ ലൈനുകളിൽ ആസൂത്രിത ആക്രമണം നടത്തിയതാണെന്ന് അറിയില്ല. അപ്പോൾ അത്രയ്ക്ക് ഒരു ഭീകരാന്തരീക്ഷത്തിലൂടെയാണ് ഫ്രാൻസ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനിയുണ്ട്. ചുമ്മാ നോക്കിയാൽ മതി. 29 ഒക്ടോബർ 2020 ഫ്രാൻസിലെ നീസിൽ ഭീകരാക്രമണം. അങ്ങനെ ഭീകരാക്രമണത്തിൻ്റെ ഒരു പരമ്പര തന്നെ അവിടെ നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഇമ്മാനുവൽ മാക്രോൺ എന്ത് ചെയ്തു? മദ്രസയിൽ ഇനി പഠിക്കണ്ട, പോകണ്ട എന്ന് പറഞ്ഞു. ഇനി പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം എന്ന് പറഞ്ഞു. നമ്മളെ അറിയിച്ചിട്ട് പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിന് വലിയ പ്രതിഷേധം ഉണ്ടായി. മനസ്സിലല്ലേ? അപ്പോഴൊന്നും ഇവരൊക്കെ എന്താ പറഞ്ഞത്? അപ്പോൾ ഇവരൊന്നും ഒന്നും പറയുന്നില്ല. മനസ്സിലല്ലേ? കാരണം ഫ്രാൻസ് നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. IS അതിൻ്റെ ഭീകരാക്രമണത്തിൻ്റെ ഇത് ഏറ്റെടുക്കുന്നു, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അങ്ങനെ പല ആൾക്കാരും ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഫ്രാൻസ് ഇത്തരത്തിൽ കടുത്ത നിലപാടല്ല, ഈ കാര്യത്തിൽ ഒരു ന്യായമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായി? ഈ കാര്യത്തിൽ ഒരു ന്യായമുണ്ട്. കടുത്തൊരു നിലപാടെടുത്ത് അത്ലറ്റുകൾക്ക് ഇത് വേണ്ട എന്ന് പറയുന്ന കാര്യം ഒരു ഇതാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ ഈ ഇന്ത്യയിലും ഇതുപോലെ ഒരു കേസ് വന്നതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. പോലീസുകാർക്ക് താടി വളർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ. ആ സമയത്ത് കൃത്യമായിട്ട് കോടതി പറഞ്ഞതാണ് അത് പറ്റില്ല, അത് യൂണിഫോം കോഡാണ്. ആ യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഒരുപോലെ ഇരിക്കണം. സ്കൂളിലും ഫോളോ ചെയ്യണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും സ്കൂളിലും വിദ്യാർത്ഥികളെല്ലാം ഒരുപോലെ ഇരിക്കണം. ഒരുപോലെ. എന്തിനാണ് സ്കൂളിൽ യൂണിഫോം ഉള്ളത്? നീ പണക്കാരൻ, നീ പാവപ്പെട്ടവൻ, ഞാൻ പാവപ്പെട്ടവൻ, നീ വലിയ വീട്ടിലെ പയ്യൻ, ഞാൻ ചെറിയ വീട്ടിലെ പയ്യൻ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ ഇരിക്കണം കാണാൻ. കളർ ഡ്രസ്സ് പോലും അതുകൊണ്ടാണ് ഇടുന്നത്. ഒരാൾ എന്താണ് ലൂയിസിൻ്റെ പാൻറ് ഇട്ടുകൊണ്ട് വരുമ്പോൾ വേറൊരാൾ കുറഞ്ഞ പാൻറ് ഇട്ടുകൊണ്ട് വരുന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയുള്ളൊരു വേർതിരിവ് വരാൻ പാടില്ല. കുട്ടികളുടെ മനസ്സിൽ കുട്ടികളായിരിക്കുമ്പോഴേ ഇക്വാലിറ്റി, യൂണിഫോമിറ്റി എന്താണെന്ന് അവരറിയണം. അതുകൊണ്ടാണ് സ്കൂളിൽ യൂണിഫോം വെച്ചിരിക്കുന്നത്. ആ യൂണിഫോമിൽ പോലും എന്താണ് മതം കൊണ്ടുവരണം എന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷേ അതിൻ്റെ പിന്നിലൊക്കെ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു. അതേപോലെ ഒരു സംഭവമാണ് ഇപ്പോൾ ഫ്രാൻസിൽ നടക്കുന്നത്. അതിന് തടയിടാൻ അവർ നടത്തിയൊരു ശ്രമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഫ്രാൻസിൽ അങ്ങനെ ഭീകരാക്രമണം നടന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതുപോലെ ഇത് ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ് കേട്ടോ. ഫ്രാൻസിൽ ഈ ഹിജാബ് അത്ലറ്റുകൾക്ക് വേണ്ട എന്ന് പറയുന്നത്. പക്ഷേ വേറെ ആർക്കും അവർ നിരോധിച്ചിട്ടുമില്ല. അവർ ആ കാര്യത്തിൽ ഒരു മാന്യത കാണിച്ചു. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. ഇനി കാണുന്ന ഇരട്ടത്താപ്പ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ഖത്തറിൽ അത് ഞങ്ങളുടെ ആവാം ശോധന. ഖത്തർ പറയുന്ന കേൾക്കണം ശോധന. ഫ്രാൻസിലോട്ട് വരുമ്പോൾ ഫ്രാൻസിന് എന്ത് അധികാരം അങ്ങനെ പറയാൻ? UN ഇടപെടുന്നില്ലേ? അമേരിക്ക എന്ത് നോക്കിയിരിക്കുകയാണ്? താലിബാൻ അങ്ങോട്ടേക്ക് പുറപ്പെടും എന്നൊക്കെ പറയുന്ന ടീമുകളാണ്. അപ്പോൾ ഇതാണ് ഇരട്ടത്താപ്പ്. ഇത് പറഞ്ഞു നിർത്താം. ഓക്കെ.